ഈ ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകൾ പാതി വഴിയിൽ മരണമണി മുഴങ്ങി ഇല്ലാതായി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൈദരാബാദ് എഫ്.സിയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വേദനിപ്പിക്കുന്നതാണ്. അബ്സല്യൂട്ട്ലി പതറ്റിക് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എ ക്ലബ്ബ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഹൈദരാബാദിൻ്റെ പതനത്തിനെ തന്നെ ആയിരിക്കും. ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് കളിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ്, ഒരു തവണ ചാമ്പ്യന്മാരായ ക്ലബ്ബ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചാമ്പ്യൻ ടൈറ്റിൽ എടുത്ത ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ്.സി. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ സീസണിൽ തന്നെ സ്പോൺസേഴ്സ് ഇല്ലാതെ പോയതിൻ്റെ പേരിൽ സ്പോൺസേഴ്സ് കൈവഴിഞ്ഞിട്ടിട്ട് പോയി. പിന്നെ പ്ലേയേഴ്സിനെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഹോട്ടലുകളിലെ ഡ്യൂ പേയ്മെൻറ്റ് അടച്ചു തീർക്കാത്തതുകൊണ്ട് പ്ലേയേഴ്സിനെയും സ്റ്റാഫിനെയും ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായ ഫുട്ബോൾ ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ്.സി. അതുകൂടാതെ കഴിഞ്ഞ 3 ട്രാൻസ്ഫർ വിൻഡോകളിൽ നിന്നും 8 ട്രാൻസ്ഫർ ബാനാണ് ഫിഫയുടെ ഭാഗത്തു നിന്നും ഹൈദരാബാദ് എഫ്.സിക്ക് നേരിടേണ്ടി വന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ISLനും ഒക്കെ അവരയച്ച കത്തുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ടീം സ്റ്റാഫുകൾക്ക് പലർക്കും സാലറി കൊടുത്തിട്ടില്ല. അവരുടെ സ്റ്റാഫ് ഗാലറിയിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് സാലറി നൽകൂ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. വിദേശ താരങ്ങളും കോച്ചുമാരും എല്ലാം വിട്ടിട്ട് പോയി. അവർക്കും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഇവർക്കെല്ലാം കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ഡ്യൂ കൊടുത്തു തീർത്താൽ മാത്രമേ ഇനി ഫിഫയുടെ ഭാഗത്തു നിന്ന് അപ്രൂവൽ ഹൈദരാബാദിന് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ട്രാൻസ്ഫർ ബാൻ ഒന്നും പൈസ കൊടുത്ത് തീർക്കാതെ എടുത്തു മാറ്റുന്ന യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മെഡിക്കൽ ടീമിൻ്റെ കാര്യമാണ് ഏറ്റവും പരിതാപകരം. മെഡിക്കൽ ടീം അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പുറത്തു നിന്ന് കടം വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റഫ്സ് എടുത്തിട്ട് ചികിത്സ നടത്തിയ മെഡിക്കൽ ടീമിന് പോലും പ്രോപ്പറായിട്ട് പൈസ കിട്ടുന്നില്ല. പിന്നെ പ്ലേയേഴ്സിന് പലർക്കും ACL ഇഞ്ചുറി വന്നിരിക്കുകയാണ്. അതായത് ചെറിയ ഇഞ്ചുറി മൂലമുള്ള പ്രോപ്പർ റിക്കവറി പീരീഡ്, റീഹാബിലിറ്റേഷനോ സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങോ ഒന്നും കിട്ടാതെ, അതായത് ഫിസിക്കൽ ട്രെയിനറുടെയും മെഡിക്കൽ ടീമിൻ്റെയും പ്രോപ്പർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ACL ഇഞ്ചുറി വന്ന താരങ്ങളുമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ മെഡിക്കൽ ടീം ഇല്ലാത്തത് കൊണ്ട് താരങ്ങൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവർ കൊടുത്ത അപ്പീലുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഹൈദരാബാദ് എന്ന് പറയുന്ന ക്ലബിന് എക്സിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം അവരെ ഇനി ISL കളിപ്പിക്കരുത്. കാരണം ISL കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിലവാര തകർച്ചയുള്ള ഒരു ക്ലബിനെ ISL കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ISLനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് അവരെ സെക്കൻഡ് ഡിവിഷനിലേക്കും വിടാതെ, ലീഗ് നിലവാരം പോലും ഇപ്പം ഹൈദരാബാദിന് ഇല്ല, അതൊരു സത്യമാണ്. അവരെ 3rd ഡിവിഷനിലേക്ക് തരം താഴ്ത്തിയിട്ട് പ്രോപ്പർ കെയറും അസിസ്റ്റൻസും എല്ലാം നൽകി കൊടുത്തിട്ട് കാലക്രമേണ ഒരു സ്പോൺസർഷിപ്പും ഫണ്ടിങ്ങും ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഹൈദരാബാദിന് മുന്നിൽ നിലവിലുള്ള ഏക മാർഗം. അല്ലാതെ അടുത്ത സീസണിൽ ISL കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയാലും അത് ഒരിക്കലും ലീഗിൻ്റെ സുഗമമായ നടത്തിപ്പിന് ശരിയായിരിക്കില്ല. കാരണം ഇത്രയധികം വീഴ്ചകൾ വരുത്തി ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ള ഒരു ക്ലബ്ബ് ടോപ്പ് ഡിവിഷൻ ലീഗ് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ കൊളാപ്സ്ഡ് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നയിക്കും. അതുകൊണ്ട് ഹൈദരാബാദിനെ 3rd ഡിവിഷനിലേക്ക് തരം താഴ്ത്തി അവിടെ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചു വരാൻ അനുവദിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. ഹൈദരാബാദ് വളരെ വലിയ ഇഷ്യൂലാണ് കേട്ടോ. പ്ലേയേഴ്സിൻ്റെ പൈസ കൊടുത്തു തീർത്തിട്ടില്ല, പിന്നെ സ്റ്റാഫിൻ്റെ പൈസ കൊടുത്തു തീർത്തിട്ടില്ല, പ്ലേയേഴ്സിന് ഇഞ്ചുറി വരുന്നുണ്ട്, ട്രാൻസ്ഫർ ബാനൊന്നും എടുത്ത് മാറ്റുന്ന ലക്ഷണമില്ല. ഇവർ കൊടുത്ത കത്തുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻവെസ്റ്റർ ഓൾമോസ്റ്റ് സെറ്റായിരുന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ആ ഇൻവെസ്റ്ററുടെ കാര്യത്തിലും എന്തൊക്കെയോ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. സോ പതറ്റിക് ഡിസിൻറ്റഗ്രേഷൻ്റെ വക്കിലാണ് ഹൈദരാബാദ്.